വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയവർക്കുള്ള കെ കുഞ്ഞിരാമക്കുറുപ്പ്, AP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, NK ഗോപാലൻ മാസ്റ്റർ സ്മാരക ക്യാഷ് അവാർഡുകളുടെ വിതരണം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. അവാർഡുകളും അത് അവരെ ഓർമ്മിക്കാൻ ആവശ്യമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കൂ. ഇപ്പോൾ +2 SSLC ഒക്കെ A+ നേടിയ വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരെ സഞ്ചരിക്കേണ്ടവരാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ക്യാഷ് അവാർഡൊക്കെ നിങ്ങൾക്ക് തരുമ്പോൾ അത് പ്രചോദനം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു പ്രചോദനമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അവാർഡ് കിട്ടുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമായി മാറും. കാരണം ഞങ്ങൾക്കും ഇങ്ങനെ A+ ഒക്കെ നേടിയാൽ അവാർഡ് ഞങ്ങൾക്ക് കിട്ടും. അത് വേണ്ടിയുള്ള പ്രവർത്തനവും പ്രയത്നവും ഒക്കെ ആ വിദ്യാർത്ഥികൾ നടത്തും. ഒരുപക്ഷെ ഈ അവാർഡൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അയാളുടെ മറ്റുള്ള കുട്ടികൾക്കും ഈ വാങ്ങുന്ന കുട്ടികൾക്കും ഇനിയും പഠിക്കാനുള്ള ഒരു പ്രചോദനമായി ഈ അവാർഡുകളെ ഒക്കെ നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആ കുട്ടികൾക്ക് അതുണ്ടാകുമെന്ന് മാത്രമേ പറയൂ. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മുടെ നാട്ടിൽ. ഒരുപാട് മുമ്പേയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ നമ്മൾ പൊളിച്ചു. പുതിയ വിദ്യാഭ്യാസ മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായ കാലഘട്ടമൊക്കെ നമുക്ക് കടന്നുപോയിട്ടുണ്ട്. ഇനി പുതിയ വിദ്യാഭ്യാസ ലോകത്തേക്ക് നമ്മൾ കടന്നുപോയി. ആ പഴയ കാലം നമുക്ക് ഒരിക്കലും ഓർമ്മിക്കാനും സാധിക്കില്ല. പഴയ വിദ്യാഭ്യാസ മേഖലയും ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ കടതാടിയും പോലെ ഉള്ള ഒരു ബന്ധമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പഴയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് 10 മണിക്ക് വരിക, വൈകിട്ട് 4 മണിക്ക് പോവുക, അത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്ന് വിചാരിച്ചൊരു അധ്യാപക സമൂഹം പണ്ടുണ്ടായിരുന്നു. കുട്ടികളാകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും സ്കൂളിലേക്ക് വരിക എന്നുള്ളത് മാത്രമേ കുട്ടികൾക്കുണ്ടായിരുന്നു. രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം PTA കമ്മിറ്റിക്ക് പോലും രക്ഷാകർത്താക്കൾ വരാറുണ്ട്. തൻ്റെ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചിന്തിക്കാനും ആ പഴയ കാലത്ത് ആളുകൾക്ക് നേരം ഉണ്ടായിരുന്നു. ഇന്ന് കഥയൊക്കെ മാറി. ഇന്ന് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എത്ര സമയം എന്നുള്ളതല്ല, അത് രാത്രിയാണെങ്കിൽ തൻ്റെ വിദ്യാർത്ഥികൾ നല്ല പഠന നിലവാരത്തോടു കൂടി ഉയർന്നു വേണമെന്ന് ചിന്തിക്കുന്ന നല്ല ആത്മാർത്ഥതയുള്ള അധ്യാപകരായി മാറി. രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം തന്റെ വിദ്യാർത്ഥി പോകുന്ന വിദ്യാലയത്തിന്റെ വിദ്യാഭ്യാസ സംഘം വൈസ് പ്രസിഡന്റ് M. വിജയൻ സ്വാഗതം പറഞ്ഞു. സംഘം പ്രസിഡന്റ് K. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഏറാമല ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK വിജേഷ്, റിട്ടയർഡ് AEO MR വിജയൻ, ഭരണസമിതി അംഗങ്ങളായ G. വിഗിത, KK ബാലകൃഷ്ണൻ, സെക്രട്ടറി K. അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു.